ചേട്ടാ, ഈ ഭ്രാന്തന്മാർ എന്ത് വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇവര് കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇവർക്ക് ഇതിലേക്ക് എത്ര പേര് കോളേജിൽ പാസ് ഔട്ട് ആയിട്ട് പിന്നെ ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞൂടാ. SFI കാരന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇവന്മാര് VC തടഞ്ഞു വെക്കാൻ വേണ്ടി അതിനകത്ത് കയറുന്നു. VC മുറിക്കകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള കൂട്ടമായിട്ട് ഒരു എന്താ പറയുക, നമ്മൾ ആൾക്കൂട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഘടന ഒന്നും ഇനി ഇതിനെ പറയാൻ പറ്റില്ല. ഒരു ആൾക്കൂട്ടം, ഒരു പക്ഷേ ഇവർ ആൾക്കൂട്ട മർദ്ദനം ചെയ്യുമെന്നതിന് നമുക്കറിയത്തില്ല. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഇവര് ഇന്നലെ കോടതി മറ്റേ രജിസ്ട്രാറിന്റെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കോടതിയിൽ കേസ് രജിസ്ട്രാറിന് എന്താ പറയാ തിരിച്ചടി കിട്ടി. ഇവർക്കും ഇടതുപക്ഷത്തിനും തിരിച്ചടി കിട്ടി. അങ്ങനെ ഇവരുടെ പരാതി പിൻവലിക്കേണ്ടി വന്നു. ആർക്ക്? രജിസ്ട്രാറിന് പരാതി പിൻവലിക്കേണ്ടി വന്നു. അപ്പൊ അതിനെ തുടർന്ന് ഇപ്പൊ VC നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവന്മാരെല്ലാം കൂടെ. അപ്പൊ ഇത് ഇവിടെ ഈ പോലീസിന് ഇതിവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പോലീസിനെ നിയന്ത്രിക്കേണ്ട ആളിപ്പോ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. അപ്പം ഇത് കേരളത്തില് നമ്മൾ പണ്ടൊരു കുറച്ചൊരു 10-12 വർഷം മുന്നേ MG കോളേജിൽ ഇതുപോലെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച സംഭവം. അന്ന് ഇവന്മാരുടെ കുറെ അന്ന് ഇവന്മാരുടെ കുറെ അന്ന് സെൻകുമാർ ഇറങ്ങിയിട്ട് പറഞ്ഞു വെടിവെക്കാൻ പറഞ്ഞു, ആകാശത്ത് വെടിവെക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ചങ്കുറ്റത്തോടെ പറഞ്ഞ അടികളാ നീയൊക്കെ കാണട്ടെന്ന് പറഞ്ഞു. അല്ല, അന്ന് ഇവന്മാരുടെ കുറെ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 10ലെന്തോ പഠിക്കുകയാണ്. ഇവന്മാര് മറ്റേ ശത്രുവിനെ കൊണ്ടുവന്ന് മുറ്റത്ത് താമസിപ്പിക്കണം എന്നൊക്കെ പറയും കമ്മ്യൂണിസ്റ്റുകാരന്മാര്. ഇവന്മാരുടെ വിമർശനം, ആത്മവിമർശനം നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അന്ന് DYFI ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാരൊക്കെ ഇങ്ങനത്തെ. പക്ഷെ ഇവന്മാര് ഇപ്പൊ ഈ കാണിക്കുന്നത്, ഇവന്മാർ ഈ പറയുന്ന എതിർക്കുന്ന RSS എന്ന് പറയുന്ന സംഘടനയും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു RSS കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുള്ള ഈ കേരളത്തില് അവർ കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിലാണ്. ഇത്രയും കാടത്തരം, ഇതൊരു കാടന്മാരുടെ പാർട്ടിയായിട്ട് SFI ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ മാറി എന്ന് തോന്നുന്നില്ല. ഇപ്പൊ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള വിജയ്, ഇവർക്കൊന്നും കണ്ടാലും കൊണ്ടാലും ഇവർ പഠിക്കില്ല. ഭരിക്കുന്നത് CPM പോലീസ്. നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ എന്ന പോലീസ് ഓഫീസർ ചാർജ് എടുത്ത ഈ സമയം നമുക്ക് ഓർമ്മയുണ്ട്. കൂത്തുപറമ്പ് ഇവരുടെ പാർട്ടിയിലുണ്ടായിരുന്ന MV രാഘവൻ എന്ന നേതാവ് ഒരു സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് തടുക്കാൻ പോയിട്ട് 5 ചെറുപ്പക്കാരുടെ ജീവനാണ് പോയത്. അന്ന് ഭരണത്തിലിരുന്ന കോൺഗ്രസ് ആയിരുന്നു അല്ലേ? അതിനെ വിറ്റ് ഇത്രയും ആ രക്തസാക്ഷിത്വത്തെ വിറ്റ് അവർ ഇതുവരെ ജീവിച്ചു. ഈ പറയുന്ന വിജയ് തോന്നുന്നുണ്ടോ? വിജയ്, ഇതൊരു സംഘർഷമായാൽ, ഒരു വേള പോലീസിന്റെ എന്തെങ്കിലും ചെയ്താൽ, 2 കുട്ടികളോ ഒരു കുട്ടി പറയാൻ പാടില്ല, എന്തെങ്കിലും 1-2 കുട്ടികൾക്ക് സംഭവിച്ചാൽ അതിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിന് ആദ്യമുള്ള ഒരു ബോധം വേണം. ആ ബോധമില്ല. ആ ബോധം അവർക്കില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊരു നല്ല സന്ദേശം കൊടുക്കണം. ഇപ്പൊ കണ്ടല്ലോ, MV ഗോവിന്ദൻ അവിടെ വന്നിട്ട് പോയി. MV ഗോവിന്ദൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തോ? എടാ നിർത്തടാ നീയൊക്കെ, അല്ലെങ്കിൽ നീയൊക്കെ എവിടെ കയറി പോകുന്നു, അവിടെ ഇരിക്കടാ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? ഇല്ല. അദ്ദേഹം അതിനെ മൂപ്പിച്ചിട്ട് പോയി. എന്നിട്ട് ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അവർ പറയും ഇത് പാർലമെന്ററി തലത്തിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു നിയമ സംവിധാനത്തിന്റെ കീഴിൽ പോലീസിന് ഇത് ചെയ്യേണ്ടി വന്നു എന്ന് പറയും. പാവപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കൾക്ക്, ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ 2 മക്കളിൽ ഏതെങ്കിലും ഒരാൾ ഇതിൽ സമരത്തിന് പോയാൽ എനിക്കല്ലേ നഷ്ടം? എന്റെ കുഞ്ഞു പോയാൽ എനിക്കല്ലേ നഷ്ടം? അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കില്ലല്ലോ. അപ്പൊ വിജയ് ചോദിച്ച പോലെ ഈ ചെക്കന്മാർക്ക് എന്താ ഇത്രയ്ക്ക് തലയ്ക്ക് ബോധം? ഇവിടെ ഇവന്മാർക്ക് ഇതില് അങ്ങനെ ഒരു ഹിതമല്ലാത്ത ഒരു സംഭവം ഇവിടെ നടന്നാൽ, നമുക്ക് ഒരു അനിഷ്ട സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ മറ്റേ പുഷ്പനെ അറിയാമെന്ന ഒരു പാട്ട് പോലും പാടാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. കാരണം അവരാണ് ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്നത്. അല്ല, ഇതിനകത്ത് എനിക്ക് ഇത്രയും ചോദിക്കാനുള്ളൂ. ഇപ്പൊ വിജയ് ചോദിച്ച പോലെ ഈ കുട്ടികൾക്ക് എന്തിന്റെ കേടാണ്? കാര്യം വിജയ്, ഇതിനകത്ത് ഒന്നും തന്നെയല്ല നമുക്ക് കൂട്ടി വായിക്കാനുള്ളത്. ഇത് രാഷ്ട്രീയമാണ്. BJPയും CPM തമ്മിലുള്ള പൊട്ടന്മാർക്ക് കാരണം ഈ പുഷ്പന്റെ കേസ് അറിയാലോ. അതില് ഈ മറ്റേ MV രാഘവനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരമായിരുന്നു. തീർച്ചയായിട്ടും 2017 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 എന്തോ ആണ് ഇവർ നയം മാറ്റി. അല്ല, അവർ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മളെ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്ത ആളാണ് ശിവൻകുട്ടി. വിളനിലം എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലറെ ഓഫീസിൽ പോലും വരാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് അടി വാങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി. അപ്പൊ അദ്ദേഹം ഇന്നലെ സംസാരിച്ച ഒരു വർത്തമാനം വിജയ് ഞാനും കേട്ടല്ലോ. ഒരു സഹോദരിയുടെ ചിത്രത്തിൽ ഇത്തരത്തിലൊരു എന്താ പറയാ ഒരു ഷാള് കൊണ്ട് വീഴ്ചു. ഇതൊക്കെയാണ് ഒരു മന്ത്രിയുടെ ഭാഷ. മറ്റേ താഴോട്ടപ്പനുണ്ടല്ലോ കാർൾ മാർക്സിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാര് എല്ലാ മാറ്റത്തിനും ആദ്യം എതിരാണ്. എന്നിട്ട് പിന്നെ അവർ കമ്മിറ്റി കൂടിയിട്ട് പറയും നമ്മൾ അന്ന് എടുത്ത തീരുമാനം തെറ്റായി പോയി. അപ്പൊ എനിക്ക് ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് കൂത്തുപറമ്പിലുണ്ടായ വിഷയത്തിൽ പോലും ഇവര് പഠിച്ചില്ല അല്ലെ ഈ പാർട്ടിയിലെ. അപ്പൊ ചോദിക്കുക അണികള് ഇപ്പോ MV ഗോവിന്ദൻ വന്നിട്ട് പോയി.
എം വി ഗോവിന്ദൻ വന്നിട്ട് പോയി, പിണറായി വിജയൻ ഇവിടെ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ടുള്ളവരാണ്, തിരുവനന്തപുരത്തുകാരായതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫീസിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് അവിടെ പോയിട്ടുള്ളത് കൊണ്ടും വിജയ് ശ്രദ്ധിച്ചോ, ആ പടികൾ സെനറ്റ് ഹാൾ കഴിഞ്ഞ് VC ഇരിക്കുന്ന ഓഫീസിലേക്കുള്ള പടികളുടെ വഴിയിലാണ് അവർ ഇരിക്കുന്നത്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. തല്ലട എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വലിച്ചു തോന്നുന്നുണ്ടോ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്തതാണോ അതോ പോലീസിന് മേളിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണോ? പോലീസിന് എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം നിയന്ത്രിക്കാത്തതും ആയിക്കൂടെ? അല്ല, അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്താ ഈ പറയുന്നത്? നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയേണ്ടി വരും. ഈ പറയുന്ന പോലെ മട്ടന്നൂര് എന്ന് പറയുന്നത് KK ശൈലജയുടെ മണ്ഡലമാണ്. മട്ടന്നൂര് ഇപ്പൊ അവർ KK ശൈലജയാണ്. കണ്ണൂര് ഇത്തരത്തിൽ അവിടെ IT-യിൽ ഒരു സമരം ഉണ്ടായപ്പോ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ, ഞങ്ങളിത് സംസാരിച്ചതാണ്, നമ്മൾ വേറെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ മട്ടന്നൂര് നടന്ന സംഭവം എന്ന് പറയുന്നത് SFI-ക്കാര് KSU-ക്കാരുമായിട്ട് ഒരു ഇലക്ഷൻ, അവിടെ തെരഞ്ഞെടുപ്പാണ്, ITI തെരഞ്ഞെടുപ്പാണ്. ഇതിൽ ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖകൻ ചർച്ചയ്ക്ക് അവിടെ എടുക്കാൻ വന്നു. പോലീസിന് ഈ സംഭവം ഉണ്ടായപ്പോൾ പോലീസ് വരുന്നു, പോലീസിനെ ഇവര് GP കയറ്റി അവരെ തിരിച്ചിറക്കും. ദേശാഭിമാനിയുടെ ലേഖകനും കൂടെ നിന്നാണ് തിരിച്ചിറക്കുന്നത്. എന്നിട്ട് പോലീസിന് പണി ചെയ്യാൻ പറ്റിയില്ല. പോലീസ് എന്താ നിഷ്ക്ലിയറായി, അവരുടെ മുമ്പിൽ കൊച്ചായി പോലീസ് എന്ത് ചെയ്തു? അങ്ങനെ അതിൽ കൊച്ചായ പോലീസുകാർ ജില്ലാ പോലീസ് അധികാരിക്ക് കത്ത് കൊടുത്തു, സാർ ഞങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട്, ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റിത്തരണം. ഇത് വിജയ് കരുതുന്നുണ്ടോ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണ് ഈ കളി നടക്കുന്നത്? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അറിയാതെ, SFI ജില്ലാ കമ്മിറ്റി അറിയാതെ നടക്കണമെന്ന് കരുതുന്നുണ്ടോ? ഇതിപ്പോ പഠിക്കുന്ന കുട്ടികൾ എത്രയുണ്ടെന്ന് വിജയ്ക്ക് അറിയാമോ? പഠിക്കുന്നവരല്ല ഈ വന്നിരിക്കുന്നത്. ഇതിൽ എത്രയോ കോളേജിൽ പോയി ഡ്രോപ്പ് ഔട്ട് ആയവരായിരിക്കും കൂടുതലും. ഡ്രോപ്പ് ഔട്ട് ആയവരോ അല്ലെങ്കിൽ ഇതിലൊന്നും ബന്ധമില്ലാത്തവരോ ആയിരിക്കും. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഈ മണ്ടന്മാർ മനസ്സിലാക്കാനുള്ളത്, ഇവർ ഈ കാണിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് തലവേദനയായി വരും. കാര്യം നമ്മൾ കൂത്തുപറമ്പ് വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്. ഒരു പോലീസ് ഓഫീസർ വന്നപ്പോൾ അന്ന് ഇതെല്ലാം നാളിതുവരെ അതിനെയെല്ലാം നയനാര് ഭരണത്തിൽ വരുമ്പോൾ കമ്മീഷൻ വെച്ച് ആ കേസ് വിസ്താരം നടത്തിയതാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ പറയുന്നത്? അത് ഭരണവ്യവസ്ഥയുടെ ഭാഗമായിരുന്നു എന്ന് അല്ലേ? ഇപ്പൊ ഈ ഭരണവ്യവസ്ഥയുടെ ഭാഗമാവോ ഈ സാധനം? അല്ലേ? ഇത് ഭരണവ്യവസ്ഥയുടെ ഭാഗമാവോ? അപ്പൊ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും മക്കള് നഷ്ടമാകും. അല്ലാതെ ഒന്നുമില്ല, ഒന്നുകിൽ കൈയും കാലും ഒക്കെ അടിച്ചു ഓടിക്കും. കാര്യം SFI-ക്കാരെന്നും പറഞ്ഞുകൊണ്ട് തല്ലാതിരിക്കുന്ന കരുതുന്നുണ്ടോ പോലീസിനെ തല്ലിയേ പറ്റൂ. കാര്യം വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി ഭരണം വേറെ, ഗവർണർ നേരിട്ട് നോക്കുന്നു. അപ്പൊ ഗവർണറുടെ ഗുണ്ടാ പോലീസ് SFI പിള്ളേരെ തല്ലി എന്ന് നാളെ ദേശാഭിമാനിയിൽ വാർത്ത വരണം. ഇല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഗവർണറുടെ ഗുണ്ടാ പോലീസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല, ഗവർണർ അങ്ങനെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ അങ്ങനെ പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ഏർപ്പെടുത്തിയ ഒരിക്കലും ഗവർണർക്ക് അങ്ങനെ ഇവരെ സംസ്ഥാന ഭരണത്തിന്റെ മേളിൽ നിന്ന് കയറി നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിജയ് കരുതുന്നുണ്ടോ? ഒരിക്കലും അല്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല, പോലീസ് ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? ഈ സർക്കാരിന്റെ കയ്യിലല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലാണ്. അപ്പോ പോലീസ് ഒരിക്കലും ഗവർണറുടെ പോലീസാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഗവർണറുടെ പോലീസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ദേശാഭിമാനി എങ്ങനെ വളച്ചിട്ട് എഴുതാൻ പറ്റും? ഗവർണർക്ക് വേണ്ടി പോലീസ് ഗുണ്ടാപ്പണി ചെയ്തു. ഇപ്പൊ ഞാൻ പറയാം, ഒരു സർക്കാർ എന്ന് പറയുന്നത് പോലീസാണ് അല്ലേ? ഒരു സർക്കാർ എന്ന് പറയുന്നത് പോലീസാണ്. പോലീസ് എന്ന് പറയുന്നത് പോലീസ് എന്ന് ഉദ്ദേശിക്കുന്ന സർക്കാരിന്റെ മുഖമാണ് പോലീസ്. ഒരു സർക്കാരിന്റെ മുഖമാണ് പോലീസ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സർക്കാരിൻ്റെതല്ലേ? ഇപ്പൊ ഞാനും വിജയും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ശേഷം നമ്മൾ റോഡിന് പുറത്തിറങ്ങുന്നു, നമ്മൾ പോയി ഒരു ചായ കുടിക്കുന്നു. നമ്മളെ ആരും പിടിച്ചു പറിക്കാൻ വരുന്നില്ല, നമ്മളാരെയും വന്ന് അകാരണമായി അടിക്കാൻ വരുന്നില്ല. ഇതാണ് എന്റെയും വിജയുടെയും നമ്മുടെ സഹപ്രവർത്തകരുടെയും ജീവന് സംരക്ഷണവും സുരക്ഷിതത്വവും സംരക്ഷണവും നൽകേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പോലീസ് ഒരു വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് വന്നിരിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിപ്പം രാജ്ഭവനിലെ രാഷ്ട്രീയമായാലും സർക്കാരിന്റെ രാഷ്ട്രീയമായാലും അതിന് അവർക്ക് സംരക്ഷിച്ചു വരും. നമ്മളിവിടെ പറയുന്നത് പോലീസിൽ ഇത് നിഷ്പക്ഷരാണ്, പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെടിച്ചട്ടി മാറി തലയിൽ അടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. അന്നു മുതൽ ഈ പറയുന്ന ചെക്കന്മാർക്ക് ഹലാലിളവി നടക്കുകയാണ്. ഇല്ലെന്ന് വിജയ് തോന്നുന്നുണ്ടോ? അന്ന് മുതൽ ഒരു ഹലാലിളവി നടക്കുകയാണ്. ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വന്നെന്ന് പറയുകയാണ്. അതൊക്കെ രക്ഷാപ്രവർത്തനമല്ലേ? ഒരു കാറിന് മുന്നിൽ കരിങ്കുടിയും കൊണ്ട് ചാടുമ്പോൾ പിന്നെ അവരെ പിടിച്ചു മാറ്റുന്നതിൽ അദ്ദേഹം നിർത്തിയത് ഭാഗ്യം, അല്ലെങ്കിൽ മണ്ടയടിച്ച് പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനം അദ്ദേഹം പറഞ്ഞെങ്കിൽ നമുക്ക് സ്ലിപ്പ് ഓഫ് ടങ് ഒന്നും പറയാനും പറ്റില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ നമുക്കറിയുന്ന ഓഫീസ്, നമുക്കറിയാവുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ നമുക്ക് തീർത്തും ഒരു വല്ലാത്ത അതിശയം തോന്നുകയാണ്. ഈ കുട്ടികളൊക്കെ എന്തേ ഇങ്ങനെ ആയിപ്പോയത് അല്ലേ? അതെ.